ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിത്ത് ബി സി വൺ. അപ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിന് ഇനി വെറും 2 വീക്സും കൂടെ ഉള്ളൂ അല്ലെ. അപ്പോൾ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളതിന്റെ പ്രകാരം 35 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഉറപ്പായിട്ടും നമുക്ക് ആ 35 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ആ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ് ഹിസ്റ്ററി, ജിയോഗ്രഫി, ഫിസിക്സ്, കെമിസ്ട്രി, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും മേഖലകള്, അതായത് ഇത്രയും സബ്ജക്ട്സ് പഠിക്കാൻ നമുക്ക് ബേസിക്കലി SCERT മതി. ഓക്കെ, SCERT. പിന്നെ അതിൽ സ്പെഷ്യൽ ആയിട്ട് എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും നോക്കാൻ SCERTയുടെ കൂടെ റാങ്ക് ഫയലും നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം NCERT കണക്റ്റഡ് ഫാക്ട്സും ഇതിൽ രണ്ടിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡിഗ്രി ലെവൽ റാങ്ക് ഫയൽ ആണെങ്കിൽ അതിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. SCERT, NCERTയിലെ എല്ലാ പോയിന്റ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളുണ്ടല്ലോ, നമുക്ക് ഒന്നും കൂടെ റിവിഷൻ ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട SCERT പാഠഭാഗം. അതായത് നമ്മൾ കുറേയധികം പറയുന്നുണ്ട് ഏതൊക്കെ SCERT പാഠഭാഗമാണ് നോക്കേണ്ടത് ഈ പറയുന്ന ഓരോ സബ്ജക്റ്റിലും. നമുക്ക് ഓൾറെഡി ഞാൻ മുമ്പ് ഈ A7 എക്സാം പറഞ്ഞതിന് 2 മാസങ്ങൾക്ക് മുമ്പൊക്കെ തന്നെ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അതായത് ഓരോ പാഠഭാഗത്തിലും നമ്മൾ വിചാരിക്കില്ല അത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കണമെന്നില്ല, എന്നാൽ അത് ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനത്തെ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SCERT ചാപ്റ്റേഴ്സ് നമ്മളിന്ന് നോക്കാൻ പോകണം. ഏതൊക്കെയാണ് ഈ ഒരു ലാസ്റ്റ് ടൈം റിവിഷനിൽ നമ്മൾ ഒന്നും കൂടെ നോക്കിയെടുക്കേണ്ട SCERT പാഠഭാഗങ്ങൾ സോഷ്യലിൽ നിന്നും അതുപോലെ ബേസിക് സയൻസിൽ നിന്നുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന SCERT പാഠഭാഗങ്ങൾ ഞാൻ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഞാൻ ഈ പാഠഭാഗങ്ങൾ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ കയ്യിലുള്ളതിന്റെയും വെച്ചിട്ടുള്ളതിന്റെ ഇതിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ, മിക്ക ഈ പറയുന്ന പോർഷൻസിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഇപ്പൊ ലേറ്റസ്റ്റ് നടന്ന OA എക്സാമിനാണെങ്കിലും ലാബ് അസിസ്റ്റന്റിനാണെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുള്ളത് SCERTയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു മാർക്സ് സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ SCERT പാഠഭാഗങ്ങൾ അറിയണം. ഇപ്പോൾ ഞാൻ പറയുന്നത് ഒന്നും കൂടി, നിങ്ങൾ ഓൾറെഡി എല്ലാ പാഠഭാഗങ്ങളും പറഞ്ഞ ഇപ്പൊ ലിസ്റ്റിൽ പറഞ്ഞ പ്രകാരം എല്ലാ SCERT പാഠഭാഗങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ട, അണ്ടർലൈൻ ചെയ്തോ മാർക്ക് ചെയ്തോ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നോക്കേണ്ട ചില പാഠഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് ഇപ്പൊ ഐടിയുടെ, അതായത് ഇത് 32 മാർക്സും ഇത് 3 മാർക്സാണ്. ഐടിയിൽ ബേസിക്കലി NCERT ആണ് ചോദിക്കുന്നത്, പക്ഷെ 3 മാർക്സ് ഉള്ളൂ. അതിന്റെ ചാപ്റ്റേഴ്സ് ആണ് ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. 1, 2, 8, 9, 10 ആണ്. ഹ്യൂമാനിറ്റീസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ആ ഒരു ഇതിൽ നിന്നാണ് ചോദിച്ച് കണ്ടേക്കുന്നത്. പക്ഷെ നിങ്ങളത് ഇപ്പോൾ ഐടിയുടെ റിവിഷൻ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഇതിന്റെ ഓരോ പാഠങ്ങളിൽ നിന്ന് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് ആ പാഠഭാഗങ്ങളെ വെച്ച് മാത്രം നോക്കിയാൽ മതി ഈ ഒരു ലാസ്റ്റ് മൊമെന്റിന്റെ റിവിഷനിൽ. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻലി നോക്കേണ്ട SCERT പാഠഭാഗങ്ങൾ നോക്കാം. നമ്മുടെ ഈ ഒരു 2 ആഴ്ച കൊണ്ട് എക്സാമിന് ASM എക്സാമിന് നമ്മൾ കവർ ചെയ്യേണ്ട പോർഷൻസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SCERT പാഠഭാഗങ്ങൾ ഒന്ന് നമ്മൾ ഓടിച്ചു നോക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇപ്പൊ യൂഷ്വലി നമ്മൾ നോക്കേണ്ട SCERT പാഠഭാഗങ്ങൾ ഞാൻ ഓൾറെഡി 2 മാസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് SCERT, NCERT ഒക്കെ നോക്കേണ്ടത്. പക്ഷേ നമുക്ക് ഇപ്പോൾ കുറച്ചും കൂടി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാംസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പാഠഭാഗങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്, ചോദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചിലപ്പോൾ ചില പോയിന്റ്സ് കണ്ടിട്ടുണ്ടാകണമെന്നില്ല. അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ പാഠഭാഗങ്ങൾ പറയുന്നത്. എനിക്ക് അവൈലബിൾ ആയിട്ട് ഉള്ള ബുക്സിനെ ബേസ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ചിലതിന്റെ പാർട്ട് 2 ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല, സൈറ്റിലും കിട്ടുന്നില്ല. അപ്പോൾ അറിയുന്നത് വെച്ചിട്ടുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ പാർട്ട് 2 ഉണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമല്ലോ. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മെയിൻലി ജിയോഗ്രഫി, ഹിസ്റ്ററി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഏരിയാസ് ഒക്കെ കൂടെ വരുന്നതാണ് സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ക്ലാസ് 6 നമ്മൾ 2025 ടെക്സ്റ്റ് ലേറ്റസ്റ്റ് എഡീഷൻ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, അതായത് മാറ്റി എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്, 2023 ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ 2025 പാർട്ട് 1 ടെക്സ്റ്റിൽ നമുക്ക് ചാപ്റ്റർ 3 പറയുന്നത് ആക്ച്വലി രാഷ്ട്രവും ഗവൺമെന്റും എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വലിയ വലിയ കാര്യങ്ങൾ കുറേയധികം സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ കാര്യമായിട്ട് നോക്കണമെന്നില്ല. എന്താണ് സ്റ്റേറ്റ്, അതുപോലെ സ്റ്റേറ്റിന്റെ ആ ഒരു ടേം കൊണ്ടുവന്നത്, പിന്നെ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ഒക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നത്, അങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യം മാത്രമേ നോക്കിയാൽ മതി. അല്ലാതെ കുറേയധികം സെന്റൻസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പാഠഭാഗങ്ങൾ കാണാൻ പറ്റും. ഓക്കെ, ദെൻ ചാപ്റ്റർ 6 പറയുന്നത് കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്ക് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സെക്ടേഴ്സ് ഒക്കെ പറയും. അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ അതിൽ പറയുന്നത്, ടെക്സ്റ്റിൽ പറയുന്ന എക്സാമ്പിൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം. അപ്പൊ അതൊന്ന് നോക്കി വെക്കണം. അത്രയും അതിൽ കൂടുതൽ നോക്കിയാൽ മതി. ബാക്കി നമുക്ക് നമ്മൾ ഓൾറെഡി വായിച്ച് ഇതാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. ആ ഒരു അസസ്മെന്റിലാണ് ഞാനത് പറയുന്നത്. ദെൻ നമുക്ക് 2023 ഇതിന്റെ ടെക്സ്റ്റ്, ക്ലാസ് 6 ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നോക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചാപ്റ്റർ 3 ആക്ച്വലി പറയുന്നത് നമ്മുടെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറഞ്ഞ കേരള ജോഗ്രഫിയുടെ ഫാക്ട്സ് ആണ്. അത് യൂഷ്വലി നമുക്ക് റാങ്ക് ഫയൽ നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. ഇപ്പൊ എല്ലാവർക്കും അറിയാം അതിന്റെ ഫാക്ട്. ആകെ എക്സ്ട്രാ പറയുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് ആരാണ് എന്നുള്ളത് ആ ഒരു പാഠഭാഗത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കേട്ടോ. ഇപ്പോൾ നിങ്ങളത് വായിക്കാതെന്തെങ്കിലും സാരില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. ജോൺ ജോസഫ് മർഫി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓക്കെ, ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ്. അദ്ദേഹം കൊണ്ടുവന്നതിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, ഈ റബ്ബർ കൃഷിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദെൻ ചാപ്റ്റർ 4 എന്ന് പറയുന്നത് ആക്ച്വലി ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന് പറഞ്ഞിട്ടാണ്. അതായത്
ഇത് ഞാൻ മുൻപ് ഒരു PYQ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആണെന്നൊരു ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു എക്കണോമിക് ഫ്ലോ, അതായത് ഗാർഹിക യൂണിറ്റ് അതുപോലെ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഇതിന്റെ ഒരു എക്കണോമിക് ഫ്ലോ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട് ഒരു ചോദ്യം. അപ്പൊ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിരുന്ന എക്സാമിന് ഈ ഒരു പഴയ ബുക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പുതിയ ബുക്സിൽ കാണാൻ സാധിച്ചു എന്ന് വരില്ല, പിന്നത്തിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതിനായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ഇല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ഫയലിൽ ഉണ്ടാകും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നതിൽ എക്കണോമിക് ഫ്ലോ ആ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് എന്നുള്ളത്. നെക്സ്റ്റ് ക്ലാസ് 7. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ OAയുടെ ഇപ്പൊ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OAയുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ളത് 7ാം ക്ലാസ്സിലെ പാഠഭാഗത്തു നിന്നാണ്. അപ്പൊ പാർട്ട് 1 പാർട്ട് 2 ഞാൻ സെപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. ഇതിലത്തെ ഇപ്പൊ ഈ പറയുന്നതിൽ നേരത്തെ പറഞ്ഞ ശ്രദ്ധിച്ച് കേൾക്കുക, ഇതിലെല്ലാം വായിക്കാനല്ല ഞാൻ പറയുന്നത്. ചാപ്റ്റർ 3 നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നുള്ളതാണ് ആ ഒരു പാഠഭാഗത്തിന്റെ പേര്. നമുക്കറിയാവുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് ഫാക്ട്സ് ഒക്കെ തന്നെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ആകെ എക്സ്ട്രാ പറയുന്ന 2 ഫാക്ടുകൾ മാത്രം ഞാനിവിടെ മെൻഷൻ ചെയ്യാം. അതൊന്നും നിങ്ങൾ ഇപ്പോൾ കേട്ടാൽ മതി. ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം ആർക്കാണ്? സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ ആണ്. ഇങ്ങനെ ഒരു ഫാക്ട് അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ആ ഒരു ടെക്സ്റ്റില്. ഓക്കെ, ലൈംഗികാതിക്രമ കേസുകൾ ഉണ്ടായാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് വകുപ്പ് 19 പ്രകാരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ ആണ്. ദെൻ പിന്നെ പറയുന്ന ഒരു ഫാക്ട്, കേരള സംരക്ഷണ ബാലാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ, കേരള സംരക്ഷണ ബാലാവകാശ കമ്മീഷന്റെ 44ാം വകുപ്പ് പ്രകാരം പോക്സോ മോണിറ്ററിംഗ് സെല്ല് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പാഠഭാഗത്ത് പറയുന്നത്. ദെൻ ചാപ്റ്റർ 4 എന്ന് പറയുന്നത് അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അയ്യങ്കാളിനെ കുറിച്ചും അങ്ങനെയുള്ള സോഷ്യൽ റിലീജിയസ് റിഫോമേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഓക്കെ, സ്പെഷ്യൽ പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ഈ ഒരു പാഠഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്ന ഫാക്ട്സ് ഒക്കെ തന്നെയാണ് പറയുന്നത്. ദെൻ ചാപ്റ്റർ 5 എന്ന് പറയുന്നത് നമ്മുടെ ഭൂമി. ഇത് ആക്ച്വലി അന്തരീക്ഷത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. എന്നിരുന്നാലും ഓരോ ഇപ്പോൾ ഈ അന്തരീക്ഷം തന്നെ പിന്നീടുള്ള ക്ലാസ്സിലെ ടെക്സ്റ്റുകളിലും കാണാൻ സാധിക്കും. അപ്പോൾ ജസ്റ്റ് വായിച്ചാൽ മതി. കുറച്ചും കൂടെ ഹയർ ലെവലിലുള്ള ടെക്സ്റ്റ് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് വായിച്ചിട്ടെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുന്നതാണെങ്കിൽ നല്ലത്. കാരണം ഇത് വായിച്ചിട്ടാണ് കുറച്ചധികം ഫാക്ട്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചാപ്റ്റർ 7 എന്ന് പറയുന്നത് ഭക്ഷ്യോൽപാദനം മുതൽ ഭക്ഷ്യസുരക്ഷ വരെ എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ കുറച്ച് സ്കീംസ് ഉണ്ട്. ബാക്കി ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നത് നമ്മൾ ഇതുവരെയുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതിന്റെ ഒരു അറിവ് വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സ്കീംസ് പറയുന്നുണ്ട് ജീവനി പദ്ധതി, അതുപോലെ പോഷൻ എന്ന് പറയുന്ന പദ്ധതി, അങ്ങനത്തെ കുറച്ച് പദ്ധതികൾ പറയുന്നത്. അതൊന്നും മാത്രം ഈ ഒരു ചാപ്റ്ററിൽ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ദെൻ പാർട്ട് 2 നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠഭാഗമാണ് ചാപ്റ്റർ 8 എന്ന് പറയുന്നത്. അത് അധികാരം ജനങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച്, പഞ്ചായത്തി രാജിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ നിന്നാണ് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ആ ഒരു പാഠഭാഗം ശ്രദ്ധിച്ച് വായിക്കാം. ദെൻ ചാപ്റ്റർ 9 എന്ന് പറയുന്നത് ഭൂമിയെ അറിയാൻ ഭൂപടങ്ങളും ആധുനിക സങ്കേതങ്ങളും, അതായത് മാപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാപ്പിനെ വെച്ചിട്ട് പറയുന്നതിൽ ഈ ഒരു പാഠഭാഗവും പിന്നെ ഒരു പാഠഭാഗം കൂടിയുള്ളൂ. അത് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ 2 പാഠഭാഗത്തു നിന്നായിരിക്കും. ഇത് വെച്ചിട്ടാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അതിന്റെ മുമ്പ്. അപ്പൊ അതൊന്ന് നോക്കുക. ദെൻ ചാപ്റ്റർ 10 ജസ്റ്റ് ബഡ്ജറ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിന്റെ പിന്നെ ടാക്സ് ഏതൊക്കെ തരത്തിലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അറിയാവുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. ബാക്കിയാണെങ്കിൽ എന്ത് ചെയ്യാം, അറിയാത്ത എന്തെങ്കിലും പോയിന്റ് കാണുകയാണെങ്കിൽ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന ഫാക്ട്സ് ഇപ്പൊ ഇതിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പറഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാം. അറിയാത്ത എന്തെങ്കിലും സ്പെഷ്യൽ പോയിന്റ് കണ്ടാൽ മാത്രം ഈ പാഠഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് 8ാം ക്ലാസ്സിലത്തേക്ക് 3 ടെക്സ്റ്റ് ആണ് ഉള്ളത് സോഷ്യൽ സയൻസിന്. അതിൽ ചാപ്റ്റർ 3 എന്ന് പറയുന്നത് ഭൗമരഹസ്യങ്ങൾ തേടിയതുമാണ്. അപ്പൊ അതിലാണ് റോക്സിനെ സംബന്ധിച്ചിട്ടൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് റോക്സ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ലാബ് അസിസ്റ്റന്റിന് ചോദിച്ചത്. അപ്പൊ റോക്സിന്റെ കാര്യങ്ങളും അതൊക്കെ അറിയാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയാൽ മതി. ടെക്സ്റ്റ് വെച്ചിട്ട് തന്നെ ചോദിക്കുള്ളൂ. ദെൻ ചാപ്റ്റർ 4 എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ബില്ല്, അതായത് ബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ 0 ഓവർ എന്താണ്, അതുപോലെ ബില്ലിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ഫസ്റ്റ് റീഡിംഗ് സെക്കൻഡ് റീഡിംഗ്, അതൊക്കെ അതിൽ സ്പെഷ്യൽ ആയിട്ട് പറയുന്നുണ്ട്. ബാക്കി പറയുന്ന കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയാവുന്നതാണ്. ദെൻ ചാപ്റ്റർ 6 എന്ന് പറഞ്ഞാൽ അഗൈൻ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ 7th നമ്മൾ ഒരെണ്ണം കണ്ടു ഇത്. പിന്നെ 8th ഇതിലും മാപ്പിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പാർട്ട് 2 ടെക്സ്റ്റിൽ പറയുന്നത്. അത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ചാപ്റ്റർ 7 വളരെ ഇമ്പോർട്ടന്റ് ആണത്. ഓക്കെ, അതിൽ നിന്നാണ് സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണത്. ആ പാഠഭാഗത്തിൽ കുറേയധികം എന്താണ് ഐഡിയോളജീസ് അല്ലെങ്കിൽ എന്താ പറയുക, കുറേ സ്റ്റേറ്റ്മെന്റ്സ് പറയുന്നുണ്ട് കുറേ സാമ്പത്തിക ശാസ്ത്രജ്ഞര്. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാട്ടോ. അത് തന്നെ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. ഇത് നോക്കുന്നത് നല്ലതായിരിക്കും. ചാപ്റ്റർ 7 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 7. ദെൻ ചാപ്റ്റർ 10 പാർട്ട് 3 ചാപ്റ്റർ 10 പറയുന്നത് ഭൂമിയുടെ പുതപ്പ്. അതിലാണ് ക്യോട്ടോ പ്രോട്ടോകോൾ, മോൺട്രിയൽ പ്രോട്ടോകോൾ, അതായത് നമ്മുടെ ബാക്കിയുള്ള ഈ ക്ലൈമറ്റ് ചേഞ്ചോ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ പ്രോട്ടോകോളിനെ സംബന്ധിച്ച് അതിന്റെ വർഷം, എന്തിനു വേണ്ടി വന്നു, എന്തായിരുന്നു ലക്ഷ്യം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക ഈ പാഠഭാഗത്ത്. ദെൻ ചാപ്റ്റർ 11 എന്ന് പറയുന്നത് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും എന്നുള്ളതാണ്. അതിൽ 5 ഇയർ പ്ലാൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ ഒരു തുടക്കം എങ്ങനെയായിരുന്നു, പ്ലാനിംഗ് കമ്മീഷൻ, അതുപോലെ നീതി ആയോഗിന്റെ ആ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. ഇത് വെച്ചിട്ടാണ് കുറേ പ്രാവശ്യം ചോദിക്കുന്നത്. ഇതേ സ്റ്റേറ്റ്മെന്റ്സ്, ടെക്സ്റ്റിലെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ശ്രദ്ധിക്കുക. ഇനി നെക്സ്റ്റ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഇനി അങ്ങോട്ടുള്ള 9, 10
SS1 SS2 എന്നുള്ള രീതിയിലായിരിക്കും. ഹിസ്റ്ററി SS1 നമുക്ക് SS2 എന്ന് പറയുന്നത് ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം, ജോഗ്രഫി എക്കണോമി ഒക്കെയാണ് ഇത് വരിക. അപ്പോൾ ഇതിൽ SS1 ഹിസ്റ്ററി കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ വരും കേട്ടോ. ഈ SS1 പാർട്ട് 1 എന്ന് പറയുന്നത് ആക്ച്വലി അതിൽ നമുക്ക് അറിയാവുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിലുള്ളത്. ഇതിലിപ്പോൾ റാങ്ക് ഫയൽ ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, അറിയാവുന്ന ഫാക്ട്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ അത് വീണ്ടും റിവിഷൻ ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അത് ഓക്കെ ആണെങ്കിൽ. ദെൻ SS1 പാർട്ട് 2 ടെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ചാപ്റ്റർ 7 ആണ് ഒന്നും കൂടെ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. വിമൻസ് കമ്മീഷനെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനുണ്ട്. കമ്മീഷൻസിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ട്, അതൊന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. അത് ഇത് ചോദിച്ചിട്ടുണ്ട്. SS2 പാർട്ട് 1 അതിൽ ചാപ്റ്റർ 1, 2, 3 നോക്കുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിയോജോഗ്രഫിക് ഡിവിഷൻസ് ഉണ്ടല്ലോ, അതായത് ഹിമാലയാസ്, അതുപോലെ നദാൻ പ്ലെയിൻസ്, പ്ലാറ്റ്യൂ, ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ കുറേയധികം അതായത് വ്യത്യസ്തമായ ഡിവിഷനിങ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, റിവൈസ് ചെയ്ത് വന്നതാണ് ഈ ബുക്ക്. അതുകൊണ്ട് തന്നെ ഡിവിഷൻസ് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണം, നമ്മൾ സ്വന്തം പറയുന്ന ഡിവിഷൻസിനെ കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിലുള്ള ഹിമാലയാസിന്റെ ഡിവിഷൻ ഒക്കെ അതിലുണ്ട്. അതുപോലെ പ്ലെയിൻസിന്റെ ഡിവിഷനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ഒക്കെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. കാരണം ടെക്സ്റ്റിൽ ഈ ഒരു ഇതിൽ നിന്നാണ് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആണ് ഇപ്പോൾ ഈ നദികളുടെ ട്രിബ്യൂട്ടറി വെച്ചിട്ട്, ഉപദ്വീപീയ നദികളുടെ വെച്ചിട്ട് ചോദിച്ചത്. അപ്പൊ ഇതില് ഈ ഒരു ചാപ്റ്ററിൽ ആണ് എന്ത് ചെയ്തത്, ഈ പ്ലാറ്റ്യൂവിന്റെ ഈ ഒരു ചാപ്റ്റർ ഈ പറയുന്ന ഉപദ്വീപീയ നദികളെ കുറിച്ച് പറയുന്നത്. അപ്പൊ അതിൽ ട്രിബ്യൂട്ടറീസ് എവിടെയാണ് ഉത്ഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് വന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഓൾറെഡി നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ മാർക്ക് ചെയ്ത് മാത്രം നോക്കിയാൽ മതി. കുറേയധികം കഥ പോലെ എഴുതിയിട്ടുണ്ട്, വേണ്ടത് മാത്രം നോക്കിയാൽ മതി. ക്ലാസ് 10 പഴയ ടെക്സ്റ്റ്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ടെക്സ്റ്റിൽ പാർട്ട് 1 മാത്രമേ സൈറ്റിൽ കിട്ടുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് പഴയ ടെക്സ്റ്റിൽ കുറേയധികം ഫാക്ട്സ്, ഇപ്പൊ 10 ഞാൻ പറഞ്ഞ 9, 10 വളരെ ഇമ്പോർട്ടന്റ്, 8, 9, 10 ശരിക്കും ഇമ്പോർട്ടന്റ് ആണ്. SCRT എന്ത് വേണമെങ്കിൽ ചോദിക്കും. അപ്പോൾ ഇതില് സെലക്റ്റീവ് ആയിട്ട് എടുത്തു പറയാൻ പറ്റില്ല. ഓൾഡ് ടെക്സ്റ്റിൽ എല്ലാം, അത് SS1 ആയിക്കോട്ടെ SS2 ആയിക്കോട്ടെ, എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി കംപ്ലീറ്റ് നിന്ന് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗം, ഇതൊക്കെ പറയുന്നതാണ് SS1. SS2 നമ്മൾ നോക്കുമ്പോൾ സീസൺ, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ, വിൻഡ്, പ്രഷർ ബെൽറ്റ് ഒക്കെ വരുന്നതാണ് SS2 ബുക്ക് എന്ന് പറയുന്നത് ഓൾ ടെക്സ്റ്റിൽ. ഓക്കെ, അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഓൾറെഡി വായിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഏരിയാസ് എന്തൊക്കെയാണോ ജോഗ്രഫിയിൽ പറയുന്നത് ഏരിയാസ്, അതിൽ ഈ പറയുന്ന അറ്റ്മോസ്ഫിയർ, പ്രഷർ ബെൽറ്റ്, അതൊക്കെ സെറ്റ് ആണെങ്കിൽ നോക്കണ്ട. ഈ പാഠഭാഗങ്ങളൊന്നും നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ വായിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. മുൻപ് അത് സൈറ്റിൽ നോക്കുമ്പോൾ 1 ഉം 2 ഉം കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പൊ പുതിയ അപ്ഡേറ്റഡ് വേർഷൻ വന്നതുകൊണ്ട് നമുക്ക് പാർട്ട് 1 മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, പാർട്ട് 1 നിങ്ങൾ നോക്കുകയാണെങ്കിൽ SS1 ചാപ്റ്റർ 2, ചാപ്റ്റർ 4 നോക്കുന്നത് നല്ലതാണ്. കുറേയധികം മാറ്റങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഫാൻസ്ലാർ മൂവ്മെന്റ് പോലത്തെ കാര്യങ്ങളൊക്കെ ഈ വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തിയറീസ് ഉണ്ടല്ലോ, ഇപ്പോൾ വോൾട്ടയറിന്റെ, അത് റൂസോന്റെ, അതൊക്കെ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചാപ്റ്റർ 2 ഉം 4 ഉം SS1 പാർട്ട് 1 നോക്കുന്നത് നല്ലതാണ്. ജസ്റ്റ് വേണ്ടത് മാത്രം നോക്കിപ്പോയാൽ മതി, അല്ലാതെ എല്ലാം ഇതൊന്നും വായിക്കേണ്ട. ദെൻ SS2 പാർട്ട് 1 അതിൽ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. സിലബസ് അനുസരിച്ച് പഠിക്കാൻ പറയുന്ന പോർഷൻസ് ഒക്കെ തന്നെയാണ് ഇതിൽ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അറിയാത്ത എന്തെങ്കിലും കണ്ടാൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ വീണ്ടും അതിരുന്ന് വായിക്കേണ്ട. ചില ഏരിയാസ്, അറ്റ്മോസ്ഫിയർ പോലത്തെ ഏരിയാസ് ഒക്കെ ആ ഒരു ലെയർ ഒക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. അതുപോലെ എർത്തിന്റെ സ്ട്രക്ചറും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇത് അറിയാമെങ്കിൽ, ഫുൾ അറിയാമെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് നോക്കണ്ട, അത് സ്കിപ്പ് ചെയ്യാം. ബാക്കി അറിയാത്ത പോർഷൻ മാത്രം ഈ പാഠത്തിൽ എന്തെങ്കിലും കണ്ടാൽ നോക്കിയാൽ മതി. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നതാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ബയോളജിയാണ് നോക്കുന്നത്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നില്ല. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ പാർട്ട് 1 മാത്രമേ എനിക്ക് ചിലതിന്റെ ടെക്സ്റ്റ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അത് വായിച്ചതിന്റെ ബേസിസിലാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് പാർട്ട് 2 കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ പാർട്ട് 2 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വെച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കണം. ഓക്കെ, ഇപ്പോൾ ക്ലാസ് 9 ആണെങ്കിലും ക്ലാസ് 10 ഓൾഡ് ആണെങ്കിലും പാർട്ട് 2 ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും നല്ലത് ഇപ്പോൾ സയൻസിന്റെ ഏരിയ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സയൻസ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു റാങ്ക് ഫയലും കൂടെ വെച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. പാർട്ട് 2 ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, കയ്യിലില്ലെങ്കിൽ റാങ്ക് ഫയൽ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ ക്ലാസ് 6 ചാപ്റ്റർ 3 ആണ് എന്താണ് ബേസിക് സയൻസിന്റെ ഭാഗത്ത് നോക്കേണ്ടത്. നിവർന്നു നിൽക്കാം എന്ന് പറഞ്ഞിട്ട്, അതായത് ഇതിൽ ആക്ച്വലി എല്ലിന്റെ ഒക്കെ എണ്ണം ഉണ്ടല്ലോ, അതൊക്കെയാണ് പറയുന്നത്, തലയോട്ടിലെ അസ്ഥികളുടെ എണ്ണം, അതൊക്കെ. അപ്പൊ അതിൽ എണ്ണത്തിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഹയർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ വേറെയാണ്. അപ്പോൾ ഓപ്ഷൻസിൽ ഇൻ കേസ് വേറെ തരത്തിൽ വന്നു കഴിഞ്ഞാൽ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ചാപ്റ്റർ നോക്കണം എന്ന് പറയുന്നത് കേട്ടോ. ദെൻ ക്ലാസ് 8 ബേസിക് സയൻസ് 3 ടെക്സ്റ്റുകളാണ് വരുന്നത്. അതിൽ ചാപ്റ്റർ 1, 2 ഇതൊക്കെ ഞാൻ ഹോട്ട് ടോപ്പിക്സിൽ ഓൾറെഡി വീക്കിലി ഉള്ളതിൽ വായിക്കാനും പഠിക്കാനും പറഞ്ഞിട്ടുള്ള പോർഷൻസ് ഒക്കെ തന്നെയാണ്. അപ്പൊ ഒന്നും കൂടെ ജസ്റ്റ് നോക്കേണ്ടതാണ് ചാപ്റ്റർ 1, കുഞ്ഞിറയ്ക്കുള്ളിലെ ജീവരാശികൾ. അപ്പൊ ഇതിലൊക്കെ ഓരോന്നിലും ഇപ്പൊ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്, അതുപോലെ എന്താണ് ജന്തുകോശം, സസ്യകോശം ഒക്കെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞ കുറേ സയന്റിസ്റ്റുകളുടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ഒന്നും കൂടെ ഈവൻ നമുക്ക് സയന്റിസ്റ്റുകളുടെ പേര് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്നും കൂടെ നോക്കുന്നത് നല്ലതായിട്ട് ഒരു റിവിഷൻ പോലെ കേട്ടോ. ദെൻ ചാപ്റ്റർ 2 കോശജാലങ്ങൾ, കോശത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്ന് നോക്കി വെക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം നോക്കിയാൽ മതി. ദെൻ ചാപ്റ്റർ 8 വീണ്ടെടുക്കാൻ വിളനിലങ്ങൾ, ചാപ്റ്റർ 9 ക്ലാസിഫിക്കേഷൻ, അതായത് കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ് ഇപ്പൊ പറയുന്നത്. അപ്പൊ അതിൽ ആരൊക്കെ ഏതൊക്കെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിക്കൊണ്ടുവന്നു, അങ്ങനത്തെ സയന്റിസ്റ്റുകളുടെ മെയിൻ ആയിട്ട് നോക്കിയാൽ മതി. ഓക്കെ, ഈ ഒരു റിവിഷൻ ടൈമിൽ അത് അത്രയും ചെയ്താൽ മതി. ദെൻ ചാപ്റ്റർ 15
വൈവിധ്യ നിലനിൽപ്പിന് ഇതിപ്പോ എല്ലാവർക്കും ബൈഹാർട്ടായിരിക്കും. കമ്മ്യൂണിറ്റി റിസർവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇതിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ദെൻ ചാപ്റ്റർ 16 തലമുറകളുടെ തുടർച്ചയ്ക്ക് എന്നുള്ളതാണ്. അതിൽ മെയിൻ ആയിട്ട് സെക്ഷൽ ഓർഗനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. ഇതിൽ കുറേയധികം ഇത് ആക്ടിവിറ്റി പോലെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ചിലതൊന്നും കംപ്ലീറ്റ് ആയിരിക്കില്ല ടെക്സ്റ്റ് വായിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റാങ്ക് ഫയൽ വെച്ച് നോക്കിയാൽ മതി. ജസ്റ്റ് ഒന്ന് നോക്കിയെടുത്താൽ മതി. അല്ലാണ്ട് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന ഒരു ടോപ്പിക് തന്നെയുണ്ട് നമുക്ക് സിലബസിൽ. അതിൽ വേണ്ടതിന്റെ മാത്രം, എസ്പെഷ്യലി ഇപ്പൊ രക്തപര്യന വ്യവസ്ഥ, അതുപോലെ തന്നെ വൃക്ക, കരൾ, ഇതിന്റെയൊക്കെ ഒന്ന് പ്രവർത്തനം കൂടുതൽ നോക്കിയാൽ മതി. സ്പെസിഫിക് ആയിട്ട് ഇതുവരെ ചോദിച്ചത് കണ്ടത് വെച്ചിട്ടുള്ളത് മാത്രം സെലക്റ്റീവ് ആയിട്ട് എടുത്ത് അവസാന നിമിഷത്തിന് വേണ്ടി നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്ലാസ് 9 ബയോളജി പാർട്ട് 1 ചാപ്റ്റർ 1, 2, 3 അതെല്ലാം ഇമ്പോർട്ടന്റ് തന്നെയാണ് കേട്ടോ. അതായത് വിസർജന വ്യവസ്ഥ അതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ്. അതെല്ലാം ചോദിക്കാറുണ്ട് നിങ്ങളത്. പക്ഷെ അതിൽ കുറേയധികം ആക്ടിവിറ്റീസ് ആണ്. ഹൃദയത്തിന്റെ പ്രവർത്തനമൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ ഹൃദയത്തിന്റെ പ്രവർത്തനം പഠിച്ചില്ലെങ്കിലും അതിൽ ഓരോ അയോട്ടിനെ സംബന്ധിച്ച്, അതുപോലെ ഹൃദയത്തിലെ ഓരോ ധമനി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നില്ലേ, പൾമനറി വെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെയുള്ള ഫാക്ടുകൾ അതിൽ കൂടുതൽ നോക്കിയാൽ മതി. ഇതൊക്കെ ഹ്യൂമൻ ബോഡിയുടെ അണ്ടറിൽ വരുന്ന ആ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്താണ് കേട്ടോ ഇത്രയും മിക്ക ചാപ്റ്റേഴ്സും പറയുന്നത്. അപ്പൊ അതിൽ സെലക്റ്റീവ് ആയിട്ട് എടുത്ത് മാത്രം ഇതുവരെ ചോദിച്ചത് വെച്ച് മാത്രം നോക്കിയാൽ മതി. ക്ലാസ് 10 ആക്ച്വലി ഫുൾ വേണ്ടത് തന്നെയാണ്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കുറെ കാര്യം. ന്യൂറോണിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ണിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ണിലെ ലെൻസിന് ഇതാക്കുന്ന പ്രോട്ടീൻ ഏതാണെന്നൊക്കെ പുതിയ ടെക്സ്റ്റിലാണ് പറഞ്ഞത്, ക്രിസ്റ്റലിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ള അഡീഷണൽ ഫാക്ട്സ് മാത്രം അതിൽ നോക്കിയാൽ മതി. എസ്പെഷ്യലി സയന്റിസ്റ്റുകൾ, കോശം അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവന്ന സയന്റിസ്റ്റുകളുടെ പേരുകൾ, അതുപോലെ തന്നെ ഹ്യൂമൻ ബോഡിയിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന എന്താണ് നാഡി ടിഷ്യൂസ്, എത്ര ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ഉണ്ട്, ഓരോന്നും അവിടെ കാണപ്പെടുന്നു. പിന്നെ ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രക്തപര്യന വ്യവസ്ഥ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ വൃക്ക, കരൾ, ഇങ്ങനത്തെ അവയവങ്ങൾ, അതുപോലെ ഹൃദയത്തിന്റെ വാൽവിനെ സംബന്ധിച്ച കാര്യങ്ങൾ അതൊക്കെ ഉണ്ടല്ലോ. അയോട്ട, അതിന്റെയൊക്കെ ഫംഗ്ഷൻ, ഏറ്റവും വലുതേത് ചെറുതേത്, അങ്ങനത്തെ കാര്യങ്ങൾ, അസ്ഥികളുടെ എണ്ണം, ഇതൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട്. ബയോളജി മൊത്തത്തിൽ നമ്മൾ ഓൾട്ടുഗദർ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബോഡിയുടെ അണ്ടറിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ കണ്ണിൽ സ്പെഷ്യൽ ആയിട്ട് കാണുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നല്ലത് നോക്കി തീർക്കാൻ നമുക്ക് ഒരു ലാസ്റ്റ് ടൈമിൽ കേട്ടോ. പിന്നെ നമുക്ക് പറയുന്നത് ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ ഓരോ ഡിസീസസിന്റെ ഒക്കെ ഉണ്ടല്ലോ, അതൊരു റാങ്ക് ഫയൽ വെച്ച് നോക്കിയാലും, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് അതൊന്ന് ജസ്റ്റ് ഇതാക്കിയാൽ മാത്രം മതി. ചോദ്യ പേപ്പർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കിട്ടും. നെക്സ്റ്റ് ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്ന ഭാഗം. അപ്പൊ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻസ് വെച്ച് പഠിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ചലനം, ശബ്ദം, ഗുരുത്വാകർഷണം, വർക്ക് എനർജി, പവർ, ഇത് ഓരോ പോർഷൻ എടുത്തിട്ട് നിങ്ങൾ റാങ്ക് ഫയലും ടെക്സ്റ്റും വെച്ച് പഠിക്കുന്നതാണ് നല്ലത്. റാങ്ക് ഫയലിലായിരിക്കും കുറച്ച് കൂടുതൽ പോയിന്റ്സ് ഉണ്ടാവും. ടെക്സ്റ്റിൽ മിക്കതും ആക്ടിവിറ്റി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്നിരുന്നാലും ഒന്നും കൂടെ നോക്കിയിട്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞതിനെ വെച്ച് പറയാം. ക്ലാസ് 6 ചാപ്റ്റർ 5 ഒന്ന് നോക്കുക. അതിൽ ജസ്റ്റ് എന്താണ് ഈ പറയുന്ന തന്മാത്ര എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, പ്യുവർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, മിശ്രിതത്തെ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ല. ഈ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി പാഠഭാഗങ്ങൾ നോക്കുമ്പോൾ എളുപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേഗം വായിച്ചു തീർക്കാൻ പറ്റും. കാരണം മിക്കതും ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യൽ കളറിൽ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഫാക്ട്സ് മാത്രം അതിൽ നോക്കിയാൽ മതി. ദെൻ ക്ലാസ് 8 ബേസിക് സയൻസ് 3 പാർട്ടാന്ന് പറഞ്ഞല്ലോ. അതിൽ ചാപ്റ്റർ 3 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ 3 പദാർത്ഥ സ്വഭാവമാണ് പറയുന്നത്. അതിൽ ഓരോന്നിന്റെയും പ്രത്യേകത, ഇപ്പോൾ ഈ സെൻട്രിഫ്യൂഗേഷൻ പ്രോസസ് വഴി ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് എങ്ങനെയൊക്കെ വേർതിരിക്കില്ല, ഡിസ്റ്റിലേഷൻ, അതുപോലെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നത്. അത് വളരെയധികം ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം ഈ ചാപ്റ്റർ 3. ദെൻ ചാപ്റ്റർ 12 ലൈനുകളെ സംബന്ധിച്ചിട്ടുണ്ട്, കൊളോയിഡ് അങ്ങനത്തെ വരുന്നില്ലേ, അതൊക്കെ ഒന്ന് നോക്കുക. അതെ ചാപ്റ്റർ 14 എന്ന് പറഞ്ഞാൽ ലെൻസിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ലെൻസ് ഒക്കെ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പൊ ഇത് ഒരു റാങ്ക് ഫയലിൽ നോക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം അതിൽ മിക്കതും ഇതിൽ ടെക്സ്റ്റിലും ഉണ്ടാവണമെന്നില്ല കാര്യങ്ങൾ. ദെൻ ചാപ്റ്റർ 17 എന്ന് പറയുന്നത് ജലമാണ്. അപ്പൊ ഇതിൽ മൃദുജലം, ഘനജലം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അതിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് നോക്കുന്നത് നല്ലതാണ്. ദെൻ ചാപ്റ്റർ 18 എന്ന് പറയുന്നത് ഫൈബറുകളും പ്ലാസ്റ്റിക്കുകളും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നിന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചാപ്റ്റർ തന്നെയാണ്. അത് കൃത്യമായിട്ട് ടെക്സ്റ്റ് തന്നെ നോക്കിയാൽ മതി. ദെൻ ചാപ്റ്റർ 19 ശബ്ദമാണ്. ശബ്ദത്തെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ബാക്കി നോക്കാൻ റാങ്ക് ഫയൽ തന്നെയാണ് നല്ലത്. പിന്നെ ക്ലാസ് 9 10 നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും വേണ്ടതാണ്. പക്ഷെ നിങ്ങൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഉത്തരങ്ങൾ ഉണ്ടാവില്ല. എന്നിരുന്നാലും അതിൽ കളർ ചെയ്തിരിക്കുന്ന ബോക്സസ് നോക്കുന്നത് നല്ലതാണ്. അല്ലാത്ത നമ്മളൊരു റാങ്ക് ഫയൽ വെച്ചിട്ട് തന്നെ പഠിക്കുന്നതാണ് നല്ലത്. അപ്പൊ ഈ സയൻസിന് നല്ലത് സിലബസിൽ പറഞ്ഞിട്ടുള്ള പോർഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നോക്കുക, റാങ്ക് ഫയൽ വെച്ച് നോക്കുക. ഇനി റിവിഷൻ എന്നാണല്ലോ നമ്മൾ നോക്കുന്നത്. ആ റിവിഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ പറയുന്ന ചാപ്റ്റർ 3 ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ചാപ്റ്റർ 17, 18 ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ളത് നമ്മൾ പറയുന്ന പോർഷൻസ് വെച്ചിട്ടുള്ളത് ക്വസ്റ്റൻസ് ഇതുവരെ വന്നതും വെച്ച് നോക്കിയാൽ മതി. അത്യാവശ്യം ഓക്കെ ആണത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് നിങ്ങൾ പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇത്രയും SCRT ചാപ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞത്. അപ്പൊ വളരെ ഷോർട്ട് ചെയ്തിട്ട് വേണ്ടത് മാത്രമാണ് പറഞ്ഞത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് ആണ് എല്ലാം പറഞ്ഞിട്ടുള്ളത് തന്നെ. ഇതിൽ പാർട്ട് 2 ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കിയത് വെച്ചിട്ട് അനലൈസ് ചെയ്യാം. ദെൻ വളരെ ക്വിക്ക് ആൻഡ് സ്മാർട്ട് റിവിഷൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു PYQ കൂടെ വെച്ചിട്ട്, അതായത് ക്വസ്റ്റൻ പേപ്പേഴ്സും കൂടെ വെച്ചിട്ട് ഈ ചാപ്റ്റേഴ്സ് നോക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഇതിൽ വേണ്ടത് മാത്രം നോക്കിയെടുത്താൽ മതി. അല്ലാതെ മുഴുവനായിട്ട് വായിക്കണമെന്ന് ഞാൻ പറയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.